തിരക്ക് വർദ്ധിച്ചതോടെ എരുമേലി, ഇലവുങ്കൽ, പത്തനംതിട്ട, ചാലക്കയം പാതകളിൽ കർശന നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ സന്നിധാനത്തെ തിരക്ക് ഒഴിയുന്നതിനനുസരിച്ച് മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടുകയുള്ളൂ. അതേപോലെ തന്നെ നിലയ്ക്കൽ, ഇലവുങ്കൽ, ലാഹ, പ്ലാപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. പമ്പയിലെ വാഹനങ്ങളുടെ തിരക്ക് ഒഴിയുന്നതനുസരിച്ച് മാത്രമേ ഇവരെ പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതുപോലെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനം പാതയിലും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സന്നിധാനത്തെ തിരക്ക് ഒഴിയുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. കർശന നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മരക്കൂട്ടം, ശരംകുത്തി ഭാഗങ്ങളിൽ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരത്തോടുകൂടി തീർത്ഥാടകരുടെ വലിയ പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് ഉണ്ടാകും. വലിയ തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ പോലീസിനെയും സന്നിധാനത്തും അതുപോലെ തന്നെ തീർത്ഥാടന പാതകളിലും വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനങ്ങളും കൂടുതൽ സജ്ജമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ വലിയൊരു പ്രവാഹം തന്നെയായിരിക്കും സന്നിധാനത്തേക്ക് ഉണ്ടാവുക.